തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അപകടം മണത്ത പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് പുതിയ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നു. തൃശൂരിൽ CPM BJPക്ക് അനുകൂലമായി വോട്ട് മറിക്കുമെന്നാണ് അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് MP TN പ്രതാപൻ ആരോപിച്ചിരിക്കുന്നത്. ഒരു ബൂത്തിൽ നിന്ന് 25 CPM വോട്ടുകൾ 25 CPM കേഡർ വോട്ടുകൾ മറിക്കുമെന്നാണ് TN പ്രതാപൻ പറയുന്നത്. ഇത് ചില പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, വീണ വിജയനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വോട്ട് മറിക്കുന്നത്. 50,000-അടുത്ത വോട്ട് CPM മറിക്കുമെന്നാണ് TN പ്രതാപൻ പറയുന്നത്. BJP വോട്ട് നൽകുന്നതിൻ്റെ പേരിൽ CPM-നകത്ത് തന്നെ പ്രശ്നമുണ്ടായെന്ന് കൂടി TN പ്രതാപൻ പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ കലാശക്കൊട്ടിനിടയിൽ DYFഐയുടെയും SFഐയുടെയും പ്രവർത്തകർ പങ്കെടുക്കാത്തത് ഇതിന് തെളിവാണ് എന്നാണ് TN പ്രതാപൻ പറയുന്നത്. ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ട് വീതം മറിക്കുന്നതോടെ 31,875 വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വീഴും എന്ന് തന്നെ പറയുന്നു. ഒപ്പം വ്യാജ വോട്ട് ചേർക്കാൻ BLOമാരുടെ സഹായം ലഭിച്ചതും CPM-ഉം BJP ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ചെടുത്തതും വ്യാജ വോട്ടർമാരെ ചേർത്തതെന്നും TN പ്രതാപൻ ആരോപിക്കുന്നു. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഏതാണ്ട് കഴിഞ്ഞ ദിവസം വരെ വലിയ മുന്നേറ്റമുണ്ട് എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രമുഖനായ TN പ്രതാപൻ, നിലവിലെ MP ആയ TN പ്രതാപൻ തന്നെ പറയുന്നു സുരേഷ് ഗോപിക്ക് അനുകൂലമായി CPM വോട്ടുമറിക്കുന്നു എന്നുള്ളത്. അതൊരു മുൻകൂർ ജാമ്യമാണോ അതോ ഇനി ഒരു ക്രോസ് വോട്ടിംഗ് നടക്കുന്ന പശ്ചാത്തലത്തിൽ പറഞ്ഞതാണോ എന്താണെന്നറിയില്ല. ഏതായാലും അപകടം മണത്ത് തന്നെയാണ് കോൺഗ്രസ് ഇത്തരം ഒരു കാര്യം പറയുക. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇങ്ങനൊരു പ്രസ്താവനയുമായി കോൺഗ്രസിൻ്റെ തന്നെ സമുന്നതനായ ഒരു നേതാവ് രംഗത്തെത്തുക എന്നുള്ളത് വലിയ ഒരു ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.